ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. നഴ്സിംഗ് എക്സാമിൻ്റെ കേരള PSCയുടെ നഴ്സിംഗ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, there are 2 sets of teeth present in the lifetime of man. This type of dentition is known as dash. There are 2 sets of teeth present in the lifetime of man. This type of dentition is known as dash. Options നമുക്ക് നോക്കാം. First one, thecodont. Second, diffeodont. Third one, heterodont. And fourth one, homodont. The answer is diffeodont. എന്താണ് diffeodont? അപ്പോൾ നമുക്കറിയാം, മാനിന് അല്ലെങ്കിൽ മനുഷ്യർക്ക് 2 സെറ്റ്സ് ഓഫ് ടീത്താണ് ഉള്ളത് ആണല്ലോ. അത് ഫസ്റ്റ് ഡെസിഡിയസ് ടീത്ത് എന്ന് പറയുന്നു. ഫസ്റ്റ്, അതായത് ജനിച്ചു കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ടീത്ത്, അത് ഡെസിഡിയസ് ടീത്ത് എന്നാണ് പറയുന്നത്. അത് 20 ടീത്തുണ്ട്. അത് കൊഴിഞ്ഞു പോയതിന് ശേഷം ഉണ്ടാകുന്ന രണ്ടാമത്തെ സെറ്റ് ഓഫ് ടീത്താണ് പെർമനൻറ്റ് ടീത്ത്. അത് 28 to 32 ആണ് അതിൻ്റെ നമ്പേഴ്സ്. അങ്ങനെയുള്ള കാറ്റഗറി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡെൻറ്റിഷനെ പറയുന്ന പേരാണ് diffeodont. ദെൻ നമുക്ക് അടുത്ത ഓപ്ഷൻസിലോട്ട് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ thecodont ആയിരുന്നു. എന്താണ് thecodont? അപ്പോൾ ഈ diffeodontiൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 സെറ്റ്സ് ഓഫ് ടീത്തും ജോ സോക്കറ്റിനുള്ളിൽ എംബഡഡ് ആണ്, അതിനകത്ത് എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഡെസിഡിയസ് ടീത്ത് കഴിഞ്ഞതിന് ശേഷമാണ്, അത് പോയതിന് ശേഷമാണ് പെർമനൻറ്റ് ടീത്ത് വരുന്നത്. അപ്പോൾ 2 ടീത്തും അതിനകത്ത് തന്നെ ഉണ്ട്. പക്ഷേ thecodontiൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഇതിൻ്റെ ബേസ് ഒരു സെറ്റ് ഓഫ് ടീത്ത് മാത്രമേ കാണത്തുള്ളൂ. അത് കംപ്ലീറ്റ്ലി ജോ സോക്കറ്റിനകത്ത് എൻക്ലോസ് ചെയ്തിരിക്കും. അതിൻ്റെ ബേസ് അതാണ് thecodont. ബേസ് കംപ്ലീറ്റ്ലി എൻക്ലോസ്ഡ് ഇൻ ജോ സോക്കറ്റ്. ദെൻ homodont, നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് heterodont. heterodont എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത്, അതായത് മനുഷ്യരുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇൻസിസേഴ്സ്, കാനൈൻസ്, പ്രീമോളാസ് ആൻഡ് മോളാസ്, അങ്ങനെ 4 കാറ്റഗറി ടീത്ത് ഉണ്ട്. അങ്ങനെയുള്ള കാറ്റഗറി പറയുന്നത് ഹെറ്ററോഡോണ്ട് എന്നാണ്. ദെൻ ഹോമോഡോണ്ട്, നെക്സ്റ്റ് ഓപ്ഷൻ ഹോമോഡോണ്ട്. അതെന്ന് പറഞ്ഞാൽ സെയിം ടീത്ത്, അതായത് നമ്മൾ ഡോഗ്സ്, വൈൽഡ് ആനിമൽസിൻ്റെയൊക്കെ കേസ് എടുക്കുകയാണെങ്കിൽ അവർക്കുള്ളത് ഇൻസിസേഴ്സ് മാത്രമാണ്. അപ്പോൾ അവർക്കതിനെ ബൈറ്റ് ചെയ്ത് കടിച്ച് കീറിയെടുക്കാനുള്ള ടീത്താണ് ഇരകളെ. അങ്ങനെ വരുമ്പോൾ അവർക്ക് സെയിം ടീത്തായിരിക്കും കംപ്ലീറ്റ് ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയുള്ള കാറ്റഗറി പറയുന്ന പേരാണ് ഹോമോഡോണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് നോർമൽ റെസ്പിറേഷൻ ഈസ് നോൺ ആസ് വാട്ട്? The volume of air inspired or expired during normal respiration is known as, option first, vital capacity, second one, inspiratory reserve volume, third one, tidal volume, and fourth one is expiratory reserve volume. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ടൈഡൽ വോളിയമാണ്. ഓക്കെ, ടൈഡൽ വോളിയമാണ്. വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് നോർമൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ടൈഡൽ വോളിയമാണ്. അതിൻ്റെ ഒരു റേഞ്ച് അല്ലെങ്കിൽ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 500 ml ആണ് അതിൻ്റെ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. ദെൻ അടുത്ത നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വൈറ്റൽ കപ്പാസിറ്റിയാണ്. എന്താണ് വൈറ്റൽ കപ്പാസിറ്റി? ഇറ്റ് ഈസ് എ മാക്സിമം എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പെൽ ഫ്രം ദ ലങ്സ് ആഫ്റ്റർ എ മാക്സിമം ഇൻഹലേഷൻ. ഒരു മാക്സിമം ഇൻഹലേഷൻ കഴിഞ്ഞിട്ട് ഒരു പേഴ്സൺ എക്സ്പെൽ ഔട്ട് ചെയ്യുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എയറിനെ പറഞ്ഞ പേരാണ് വൈറ്റൽ കപ്പാസിറ്റി. ഓക്കെ, ദെൻ നെക്സ്റ്റ്, അതിൻ്റെ ആ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയത്തിൻ്റെയും
ടൈഡൽ വോളിയത്തിൻ്റെയും എക്സ്പിറേറ്ററി റിസർവ് വോളിയത്തിൻ്റെയും ഒരു സമ്മാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷൻ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. എന്താണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി ഫോഴ്സ്ഫുള്ളി ഇൻഹെയിൽഡ് ആഫ്റ്റർ എ നോർമൽ ടൈഡൽ വോളിയം. ഒരു നോർമൽ ടൈഡൽ വോളിയം എടുത്തതിന് ശേഷം ഫോഴ്സ്ഫുള്ളി ഇൻഹെയിൽ ചെയ്യുന്ന എമൗണ്ട് ഓഫ് എയറിനെ പറയുന്ന പേരാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി ഫോഴ്സ്ഫുള്ളി ഇൻഹെയിൽഡ് ആഫ്റ്റർ എ നോർമൽ ടൈഡൽ വോളിയം. അതിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 1900 to 3300 ml ആണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയത്തിൻ്റെ ഒരു നോർമൽ റേഞ്ച്. ദ നെക്സ്റ്റ് ഓപ്ഷൻ എക്സ്പിറേറ്ററി റിസർവ് വോളിയം. അതെന്താണ്? എമൗണ്ട് ഓഫ് എക്സ്ട്രാ എയർ എബവ് ദ നോർമൽ ബ്രെത്ത് എമൗണ്ട് ഓഫ് എക്സ്ട്രാ എയർ എബവ് അബ്നോർമൽ ബ്രെത്ത് ദാറ്റ് ഈസ് എക്സേർഡ് ഡ്യൂറിങ് എ ഫോഴ്സ്ഫുൾ ബ്രീത്ത് ഔട്ട്. ഒരു ഫോഴ്സ്ഫുൾ ബ്രീത്ത് ഔട്ടിന് ശേഷം അതിലൂടെ പോകുന്ന എക്സ്ട്രാ എയർ വെച്ചാൽ ഫോഴ്സ്ഫുള്ളി നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ പോകുന്ന അല്ലെങ്കിൽ അതിനകത്തുണ്ടാവുന്ന എക്സ്ട്രാ എയറിൻ്റെ എമൗണ്ടാണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 1100 ml ഇൻ മെയിൽസ് ആൻഡ് 800 ml ഇൻ ഫീമെയിൽസ് ആണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയത്തിൻ്റെ ഒരു ആവറേജ് എമൗണ്ട്. അപ്പോൾ ദ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് normal respiration is known as what? Tidal volume. Okay. Then third one, the respiratory pigment seen in blood of man which gives red color to blood is dash. Respiratory pigment seen in blood of man which gives red color to blood is known as what? എന്താണ്? ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനെ കുറിച്ച് അറിയാമല്ലോ. അപ്പോൾ അടുത്ത ഓപ്ഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. എന്താണ് ഹീം എർത്രൈൻ? ഹീം എർത്രൈൻ എന്ന് പറയുന്നത് മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഒളിഗോമെറിക് പ്രോട്ടീനാണ് ഹീം എർത്രൈൻ. ദെൻ ഹീമോസയാനിൻ എന്ന് പറയുന്നത് ഇൻവെർട്ടിബ്രേറ്റ്സ് ആനിമൽസിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന പ്രോട്ടീൻസാണ് ഹീമോസയാനിൻ. ആൻഡ് ക്ലോറോക്ലോറിൻ എന്ന് പറയുന്നത് അനലിഡ്സിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഓക്സിജനായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഹീം പ്രോട്ടീനാണ് ക്ലോറോക്ലോറിൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഫോർത്ത് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ പാർട്ട് ഓഫ് പെക്ടറൽ ഗേർഡിൽ? ഏതാണ് പെക്ടറൽ ഗേർഡിലിൻ്റെ പാർട്ട്? അപ്പം നമുക്ക് അറിയാം പെക്ടറൽ ഗേർഡിലും ഉണ്ട്, പെൽവിക് ഗേർഡിലും ഉണ്ട് അല്ലേ? പെക്ടറൽ ഗേർഡിൽ എന്ന് പറയാം. പെൽവിസ് എവിടെയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ പെൽവിസിൻ്റെ പാർട്സ് നമുക്ക് ഓർത്ത് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് നിന്ന് ഈസി ആയിട്ട് നമുക്കിതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. ഇലിയമുണ്ട്, ഇഷ്കിയമുണ്ട്, പീബിസ് ഉണ്ട്, ക്ലാവിക്കിളുണ്ട് ഓപ്ഷൻസ്. അതിനകത്ത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ക്ലാവിക്കിളാണ്. ആണല്ലോ? ക്ലാവിക്കിൾ ഏതിലാണ് വരുന്നത്? പെക്ടറൽ ഗേർഡിലാണ് വരുന്നത്. ബാക്കി മൂന്നും പെൽവിക് ഗേർഡിൽ വരുന്ന സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ എന്താണ് ക്ലാവിക്കിൾ? ദ ക്ലാവിക്കിൾ ഇസ് എ കോളർ ബോൺ. ആണല്ലോ? കോളറിലുള്ള ബോണാണ് ക്ലാവിക്കിൾ. അത് 2 in നമ്പേഴ്സാണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ക്ലാവിക്കിളുണ്ട്. അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ഓൺലി ലോങ് ബോൺ ദാറ്റ് ലൈസ് ഹൊറിസോണ്ടലി. ഹൊറിസോണ്ടലായിട്ട് നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന ഒരേ ഒരു ബോണാണ് ലോങ് ബോണാണ് ക്ലാവിക്കിൾ എന്ന് പറയുന്നത്. ദെൻ അതിനൊരു സ്റ്റേണൽ എൻഡുണ്ട്. സ്റ്റേണവുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു എൻഡുണ്ട്. അവിടെയുള്ള ജോയിൻറ്റിന്, ആ സ്റ്റേണവുമായിട്ട് കണക്ട് ചെയ്യുന്ന ജോയിൻറ്റിനെ പറയുന്ന പേരാണ് സ്റ്റേണോ ക്ലാവിക്കുലർ ജോയിൻറ്റ്. അതിൻ്റെ ഇൻഫീരിയർ സർഫസിൽ, സ്റ്റേണൽ എൻഡിൻ്റെ ഇൻഫീരിയർ സർഫസിൽ കാണപ്പെടുന്ന ലിഗമെൻറ്റ്, അവിടെ ലിഗമെൻറ്റ് കാണുന്നുണ്ട്. അതിനെ പറയുന്ന പേര് കോസ്റ്റോ ക്ലാവിക്കുലർ ലിഗമെൻറ്റ്. ദ ലിഗമെൻറ്റ്സ് ദാറ്റ് സീൻ ഇൻഫീരിയർ സർഫസ് ദാറ്റ് ഈസ് നോൺ as കോസ്റ്റോ ക്ലാവിക്കുലർ ലിഗമെൻറ്റ്. ദെൻ എൻ്റെ ഷാഫ്റ്റിൽ
കുറച്ച് മസിൽസ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഡെൽറ്റോയിഡ്, ദെൻ ട്രപ്പീസിയസ്, സബ് ക്ലീവിയസ്, പെക്ടോറാലിസ് മേജർ, സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡ് ആൻഡ് സ്റ്റേർണോഹയോയിഡ് മസിൽ. അപ്പോൾ ഷാഫ്റ്റിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിൽസ് ഡെൽറ്റോയിഡ്, ട്രപ്പീസിയസ്, സബ് ക്ലീവിയസ്, ദെൻ പെക്ടോറാലിസ് മേജർ, സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡ് ആൻഡ് സ്റ്റേർണോഹയോയിഡ് മസിൽ. ഇത്രയാണ് ഷാഫ്റ്റിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിൽസ്. ദെൻ ഇതിൻ്റെ അക്രോമിയൽ എൻഡിൽ അവിടെയും ഒരു ജോയിൻ്റ് ഉണ്ട്. അക്രോമിയൽ പ്രോസസ്സുമായിട്ട് ജോയിൻറ്റ് ചെയ്തിരിക്കുന്ന കണക്ട് ചെയ്തിരിക്കുന്ന ജോയിൻ്റ് ഉണ്ട്. അതിന് പറയുന്ന പേര് അക്രോമിയോ ക്ലാവിക്കുലർ ജോയിൻ്റ് എന്നാണ്. ദർ ഇസ് 2 ലിഗമെൻറ്റ്സ് ഉണ്ട്. അത് ആ 2 ലിഗമെൻറ്റ്സുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പ്രോസസ്സ് ഉണ്ട്, അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് കോണോയിഡ്, ട്യൂബർക്കിൾ ആൻഡ് ട്രപ്പീസിയോയിഡ് ലൈൻ. ദെൻ അടുത്ത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇലിയം, ഇഷ്കിയം, പ്യൂബസ് എന്ന് പറയുന്നത് പെൽവിക് ഗേർഡിലിൻ്റെ പാർട്സ് ആണ്. അപ്പോൾ ഇലിയം എന്ന് പറയുന്നത് അപ്പർ മോസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഹിപ്പ് ബോൺ ആണ് ഇലിയം എന്ന് പറയുന്നത്. ദെൻ അവിടെ മെനി അറ്റാച്ച്മെൻറ്റ് പോയിൻറ്റ്സ് ഫോർ മസിൽസ് ഓഫ് ട്രങ്ക് ആൻഡ് ഹിപ്പ്. ട്രങ്ക് മുതൽ ഹിപ്പ് വരെയുള്ള അവിടെ അതിന് അറ്റാച്ച് ചെയ്തുകൊണ്ട് മെനി മസിൽസ് അറ്റാച്ച് ചെയ്യാനുള്ള മെനി പോയിൻറ്റ്സ് അവിടെ കാണുന്നുണ്ട്. ദെൻ ഇഷ്കിയം ഫോംസ് ലോവർ ആൻഡ് ബാക്ക് പാർട്ട് ഓഫ് ദ ഹിപ്പ് ബോൺ. ഹിപ്പ് ബോണിൻ്റെ ലോവർ ആൻഡ് ബാക്ക് പോർഷനാണ് ആയിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. ദെൻ സിറ്റുവേറ്റഡ് ബിലോ ദ ഇലിയം ആൻഡ് ബിഹൈൻഡ് ദ പ്യൂബസ്. ഇഷ്കിയം ഈസ് സിറ്റുവേറ്റഡ് ബിലോ ദ ഇലിയം ആൻഡ് ബിഹൈൻഡ് ദ പ്യൂബസ്. ദെൻ ദർ ഇസ് എൻ അറ്റാച്ച്മെൻറ്റ് ഫോർ ദ പോസ്റ്റീരിയർ തൈ മസിൽ. തൈസ് അറിയാമല്ലോ, അപ്പോൾ അവിടെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, പോസ്റ്റീരിയർ അറ്റാച്ച്മെൻറ്റ് ഫോർ തൈ മസിൽസ്. ദെൻ അതുപോലെ വേറൊരു പ്രത്യേകതയാണ് ദറ്റ് ക്യാരീസ് ഇഷ്കിയം ക്യാരീസ് വെയ്റ്റ് ഓഫ് ദ ബോഡി വെൻ സിറ്റിംഗ്. നമ്മൾ സിറ്റ് ചെയ്യുമ്പോൾ ബോഡിയുടെ വെയ്റ്റ് ബിയർ ചെയ്യുന്നുണ്ട്. അതും ഇഷ്കിയത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ദെൻ നെക്സ്റ്റ് വൺ പ്യൂബസ്, paired bone that forms the anterior part of the hip bone and anterior and inferior boundary of the obturator foramen. അപ്പോൾ ഇതൊരു പെയർഡ് ബോണാണ്. ദാറ്റ് ഫോംസ് ദ ഏതൊക്കെ പാർട്സാണ്? ആൻറ്റീരിയർ പാർട്സിലായിട്ടാണ് പ്യൂബസ് വരുന്നത്. ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ ഹിപ്പ് ബോണിലാണ് പ്യൂബസ് വരുന്നത്. അപ്പോൾ 2 ബോൺസ് തമ്മിൽ ചേർന്നിട്ടാണ് ഈ പ്യൂബസ് ഉണ്ടായിരിക്കുന്നത്, ഫോം ചെയ്തേക്കുന്നത്. ആൻഡ് it's another part of the hip bone and anterior and inferior boundary of the obturator foramen. അപ്പോൾ ഇത്രയാണ് ഇലിയം, ഇഷ്കിയം, പ്യൂബസ് ആൻഡ് ക്ലാവിക്കിളിൽ വരാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, 5th question is which cell present in the stomach is responsible for secreting HCl? ഓപ്ഷൻസ് ഉണ്ട്. ഓക്സിറ്റോസിൻ, ചീഫ് സെൽസ്, മ്യൂക്കസ് നെക്ക് സെൽസ് ആൻഡ് ഗോബ്ലെറ്റ് സെൽസ്. അപ്പോൾ HCl സ്റ്റൊമക്കിൽ എന്തിനാണ് സഹായിക്കുന്നത് നമുക്കറിയാം. ഡൈജഷന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സെൽ ഏതാണ്? ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ചീഫ് സെൽസ് ആണ്. ദ ചീഫ് സെൽസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ റിലീസ് ഓഫ് പെപ്സിനോജിൻ ആൻഡ് കൈമോസിൻ. ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ റിലീസ് ഓഫ് പെപ്സിനോജിൻ ആൻഡ് കൈമോസിൻ ഓൾസോ. ഓക്കെ, ദെൻ ഓക്സിറ്റോസിൻ എന്താണ്? അതൊരു സെല്ലല്ല, നമുക്കറിയാം. ദാറ്റ് ഈസ് ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദ പോസ്റ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പോസ്റ്റീരിയർ ലോബ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ദെൻ നെക്സ്റ്റ് വൺ, മ്യൂക്കസ് നെക്ക് സെൽ. ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്. ഗ്യാസ്ട്രിക് ഗ്ലാൻഡിൻ്റെ അപ്പർ പാർട്ടിൽ കാണുന്ന സ്ട്രക്ചറാണ് മ്യൂക്കസ് നെക്ക് സെല്ല്. അത് ഒരു മ്യൂസിൻ പ്രോട്ടീൻ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു അസിഡിക് ഫ്ലൂയിഡിനെ സെക്രീറ്റ് ചെയ്യുന്നു, മ്യൂക്കസ് നെക്ക് സെൽ. ദെൻ ലാസ്റ്റ് ഓപ്ഷൻ ഈസ് ഗോബ്ലെറ്റ് സെൽസ്. ദാറ്റ് ഈസ് ദ മോഡിഫൈഡ് എപ്പിത്തീലിയൽ സെൽസ് ദാറ്റ് സെക്രീറ്റ് മ്യൂക്കസ് ഓൺ ദ സർഫസ് ഓഫ് ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ഓർഗൻസ്. ഓർഗൻസിൻ്റെ സർഫസിലുള്ള ഓർഗൻസിലെ മ്യൂക്കസ് മെംബ്രെയിൻ്റെ സർഫസിലായിട്ട് അവിടെ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന എപ്പിത്തീലിയൽ സെൽസിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ് ഗോബ്ലെറ്റ് സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നെടുത്ത പോർഷൻസ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ഞങ്ങളോട് സഹകരിക്കാം.
ഞങ്ങൾക്ക് റെസ്പോൺസ് അറിയിക്കാം. താങ്ക് യു.